ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഇന്ന് നടക്കുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിന് വേണ്ടിയിട്ടുള്ള 2025 PSC ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നീതി ആയോഗിൻ്റെ ആസ്ഥാനം. ഓപ്ഷൻ ബി ഡൽഹി. നീതി ആയോഗിൻ്റെ ആസ്ഥാനം ഡൽഹി. അമൃതകാലം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ കേന്ദ്ര ബഡ്ജറ്റ് 2023-24. അമൃതകാലം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേന്ദ്ര ബഡ്ജറ്റ് 2023-24. അടുത്ത കാലത്ത് വാർത്തകളിൽ ഇടം പിടിച്ച ടെസ്ല താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി വൈദ്യുത കാർ നിർമ്മാണം. അടുത്ത കാലത്ത് വാർത്തകളിൽ ഇടം പിടിച്ച ടെസ്ല ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈദ്യുത കാർ നിർമ്മാണം. 2024 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ഏത് സംഘടനയാണ്? ഓപ്ഷൻ ബി നിഹോൺ ഹിഡാൻക്യോ. 2024 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ഏത് സംഘടനയാണ്? നിഹോൺ ഹിഡാൻക്യോ. 1 ലിറ്റർ ലായനിയിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിൻ്റെ മോളുകളുടെ എണ്ണം. ഓപ്ഷൻ സി മൊളാരിറ്റി. 1 ലിറ്റർ ലായനിയിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിൻ്റെ മോളുകളുടെ എണ്ണം മൊളാരിറ്റി. ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്നും ഉയർന്നു വരുന്ന വായു കുമിളകളുടെ വലുപ്പം മുകളിലേക്ക് എത്തും തോറും കൂടുന്നു. ഇത് ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ ബി ബോയിൽ നിയമം. ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്നും ഉയരുന്ന വായു കുമിളകളുടെ വലുപ്പം മുകളിലേക്ക് എത്തും തോറും കൂടുന്നു. ഇത് ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു? ബോയിൽ നിയമം. ഗ്രാഫീൻ എന്താണ്? ഓപ്ഷൻ ഡി കാർബണിൻ്റെ ഒരു അലോട്രോപ്പ്. ഗ്രാഫീൻ എന്താണ്? കാർബണിൻ്റെ ഒരു അലോട്രോപ്പ്. ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് എപ്പോൾ എവിടെയാണ് നടന്നത്? ഓപ്ഷൻ എ 1975 ഇംഗ്ലണ്ട്. ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് എപ്പോൾ എവിടെയാണ് നടന്നത്? 1975 ഇംഗ്ലണ്ട്. താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. മോഹിനിയാട്ടം കേരളത്തിൻ്റെ തനത് ലാസ്യ നൃത്ത കലാരൂപമാണ്. ഭാരതി ശിവജി മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ട കലാകാരിയാണ്. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ കേരളത്തിലെ പ്രശസ്തയായ മോഹിനിയാട്ട നർത്തകിയായിരുന്നു. മോഹിനിയാട്ടത്തിൻ്റെ വളർച്ചയ്ക്ക് സംഭാവനകൾ നൽകിയ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയായത്: മോഹിനിയാട്ടം കേരളത്തിൻ്റെ തനത് ലാസ്യ നൃത്ത കലാരൂപമാണ്. ഭാരതി ശിവജി മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ട കലാകാരിയാണ്. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ കേരളത്തിലെ പ്രശസ്തയായ മോഹിനിയാട്ട നർത്തകിയായിരുന്നു. മോഹിനിയാട്ടത്തിൻ്റെ വളർച്ചയ്ക്ക് സംഭാവനകൾ നൽകിയ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ഇവയെല്ലാം. മിത്ര 181 എന്ന ഹെൽപ്പ് ലൈൻ പദ്ധതി സ്ത്രീ സുരക്ഷ ഒരുക്കുന്നു. യാത്ര ചെയ്യുന്ന വനിതകൾക്ക് താമസ സൗകര്യം ഒരുക്കാൻ വനിതാ മിത്ര കേന്ദ്രം ഒരുക്കിയിരിക്കുന്നു. വനമിത്ര എന്ന പേരിൽ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾക്ക് നൈപുണ്യ വികസന കേന്ദ്ര സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? മിത്ര 181 എന്ന ഹെൽപ്പ് ലൈൻ പദ്ധതി സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നു. യാത്ര ചെയ്യുന്ന വനിതകൾക്ക് താമസ സൗകര്യം ഒരുക്കാൻ വനിതാ മിത്ര കേന്ദ്രം ഒരുക്കിയിരിക്കുന്നു. വനമിത്ര എന്ന പേരിൽ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾക്ക് നൈപുണ്യ വികസന കേന്ദ്ര സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ റിപ്പബ്ലിക് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരിക്കും. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ റിപ്പബ്ലിക് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ
ഒരു തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരിക്കും. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ടോപ്പോഗ്രാഫിക് മാപ്പുകളിലെ കോണ്ടൂർ രേഖകളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷന് 1, 2 എന്നിവ മാത്രം. ശരിയായ പ്രസ്താവനകൾ: ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖകളാണിവ. കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള അകലം കുറവാണെങ്കിൽ അത് ചെങ്കുത്തായ ചെരിവിനെ സൂചിപ്പിക്കുന്നു. ടോപ്പോഗ്രാഫിക് മാപ്പുകളിലെ കോണ്ടൂർ രേഖകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖകളാണിവ. കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള അകലം കുറവാണെങ്കിൽ അത് ചെങ്കുത്തായ ചെരിവിനെ സൂചിപ്പിക്കുന്നു. കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ സംബന്ധിച്ച് വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ അവയെ ശരിയായ ക്രമത്തിൽ കൂടുതൽ വിസ്തൃതിയിൽ നിന്ന് കുറഞ്ഞതിലേക്ക് ക്രമീകരിക്കുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. മലനാട്, ഇടനാട്, തീരപ്രദേശം. കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ സംബന്ധിച്ച് വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ അവയെ ശരിയായ ക്രമത്തിൽ കൂടുതൽ വിസ്തൃതിയിൽ നിന്ന് കുറഞ്ഞതിലേക്ക് ക്രമീകരിക്കുക. മലനാട്, ഇടനാട്, തീരപ്രദേശം. ഉർവശി ഭട്ടാലിയയുടെ നിശബ്ദതയുടെ മറുവശം എന്ന കൃതി ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ഇന്ത്യ വിഭജനം. ഉർവശി ഭട്ടാലിയയുടെ നിശബ്ദതയുടെ മറുവശം എന്ന കൃതി ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യ വിഭജനം. താഴെ പറയുന്നവരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിട്ടുള്ളവർ ആരെല്ലാം? ഓപ്ഷൻ ബി 1, 2, 3, 4. ജോർജ് യൂള്, ആനന്ദമോഹൻ ബോസ്, മഹാത്മാഗാന്ധി, നെൽസൺ ഗുപ്ത. താഴെ പറയുന്നവരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിട്ടുള്ളവർ ആരെല്ലാം? ജോർജ് യൂള്, ആനന്ദമോഹൻ ബോസ്, മഹാത്മാഗാന്ധി, നെൽസൺ ഗുപ്ത. 1847 ഹർമൻ ഗുണ്ടർട്ട് ആരംഭിച്ച ദിനപത്രങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ 1 and 4. പശ്ചിമോദയം, രാജ്യസമാചാരം. 1847 ഹർമൻ ഗുണ്ടർട്ട് ആരംഭിച്ച ദിനപത്രങ്ങൾ: പശ്ചിമോദയം, രാജ്യസമാചാരം. വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കാക്കി 2025 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായ ചരിത്രകാരൻ കൂടിയായ വ്യക്തി? ഓപ്ഷൻ ബി MR രാഘവ വാര്യർ. വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കാക്കി 2025 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായ ചരിത്രകാരൻ കൂടിയായ വ്യക്തി? MR രാഘവ വാര്യർ. ആധുനിക കാലത്തെ മഹാ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? ഓപ്ഷൻ ഡി ക്ഷേത്രപ്രവേശന വിളംബരം. ആധുനിക കാലത്തെ മഹാ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരം. തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ സി അയ്യങ്കാളി. തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. വൈക്കം സത്യാഗ്രഹത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് സവർണജാഥ നടത്തിയ നവോത്ഥാന നായകൻ? ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് സവർണജാഥ നടത്തിയ നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭൻ. വരിക വരിക സഹചരെ സഹന സമര സമരമായി ഈ സമരഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി ഉപ്പു സത്യാഗ്രഹം. വരിക വരിക സഹചരെ സഹന സമര സമരമായി ഈ സമരഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഉപ്പു സത്യാഗ്രഹം. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത്? ഓപ്ഷൻ ഡി ഉള്ളൊഴുക്ക്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത് ഉള്ളൊഴുക്ക്. 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത്? ഓപ്ഷൻ സി ദിവ്യ ദേശ്മുഖ്. 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത് ദിവ്യ ദേശ്മുഖ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിരേഖ നിർണയിച്ച കമ്മീഷന്റെ തലവൻ ആരാണ്? ഓപ്ഷൻ ഡി സർ സിറിൽ റാഡ്ക്ലിഫ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിരേഖ നിർണയിച്ച കമ്മീഷന്റെ തലവൻ സർ സിറിൽ റാഡ്ക്ലിഫ്. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വഴി ഇന്ത്യൻ യൂണിയൻ കെട്ടിപ്പടുത്താൻ സംഭാവന നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഓപ്ഷൻ ബി സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വഴി ഇന്ത്യൻ യൂണിയൻ കെട്ടിപ്പടുത്താൻ സംഭാവന നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനി സർദാർ വല്ലഭായ് പട്ടേൽ. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേര്? ഓപ്ഷൻ ഡി ഓപ്പറേഷൻ സിന്ദൂർ. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേര് ഓപ്പറേഷൻ സിന്ദൂർ.
2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം. ഓപ്ഷൻ എ ഇന്ത്യ. 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം ഇന്ത്യ. ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായിച്ച വിദേശ രാജ്യം. ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ. ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായിച്ച വിദേശ രാജ്യം സോവിയറ്റ് യൂണിയൻ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു? ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ ഡോക്ടർ ബി ആർ അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ ബി ആർ അംബേദ്കർ. ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ഓപ്ഷൻ സി ദാദാഭായി നവറോജി. ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ദാദാഭായി നവറോജി. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏത്? ഓപ്ഷൻ ബി ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചതാര്? ഓപ്ഷൻ ബി പണ്ഡിത രമാബായി. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചതാര്? പണ്ഡിത രമാബായി. ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലിക അവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങൾ. ഓപ്ഷൻ ഡി വിദ്യാഭ്യാസത്തിനും സ്വത്തിനും. ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലിക അവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങൾ. വിദ്യാഭ്യാസത്തിനും സ്വത്തിനും. താഴെ തന്നിരിക്കുന്ന സൂചനകൾ ഏത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്? 1885 ബോംബെയിൽ ആദ്യ സമ്മേളനം. ആദ്യത്തെ അധ്യക്ഷൻ WC ബാനർജി. ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ദേശീയബോധം വളർത്തുക. മിതവാദികൾ തീവ്രവാദികൾ എന്നിങ്ങനെ രണ്ട് ചിന്താധാരകൾ ഉടലെടുത്തു. ഓപ്ഷൻ ഡി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. താഴെ തന്നിരിക്കുന്ന സൂചനകൾ ഏത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്? 1885 ബോംബെയിൽ ആദ്യ സമ്മേളനം. ആദ്യത്തെ അധ്യക്ഷൻ WC ബാനർജി. ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ദേശീയബോധം വളർത്തുക. മിതവാദികൾ തീവ്രവാദികൾ എന്നിങ്ങനെ രണ്ട് ചിന്താധാരകൾ ഉടലെടുത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഭരണഘടനാ ദിനം. ഓപ്ഷൻ ബി നവംബർ 26. ഭരണഘടനാ ദിനം നവംബർ 26. ഏത് ഭരണഘടനാ ഭേദഗതിയെയാണ് ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത്? ഓപ്ഷൻ സി 42ാം ഭേദഗതി. ഏത് ഭരണഘടനാ ഭേദഗതിയെയാണ് ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത്? 42ാം ഭേദഗതി. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹിക പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ്. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായി നിർത്തിവെക്കാൻ കാരണമായ സംഭവം. ഓപ്ഷൻ ബി ചൗരി ചൗര സംഭവം. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായി നിർത്തിവെക്കാൻ കാരണമായ സംഭവം ചൗരി ചൗര സംഭവം. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ സി പാർലമെന്റ്. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിന്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെൽ എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? ഓപ്ഷൻ സി ഉത്തര മഹാസമതലം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെൽ എന്നറിയപ്പെടുന്ന പ്രദേശം ഉത്തര മഹാസമതലം. തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? ഓപ്ഷൻ ബി വടക്ക് കിഴക്കൻ മൺസൂൺ. തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? വടക്ക് കിഴക്കൻ മൺസൂൺ. ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഓപ്ഷൻ എ ഹൈദരാബാദ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഹൈദരാബാദ്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശം ഏത്? നീലഗിരി കുന്നുകൾ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശം നീലഗിരി കുന്നുകൾ. യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ 2022 ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നൃത്തരൂപം ഗർഭ ഏത് സംസ്ഥാനത്തിൽ നിന്നാണ്? ഓപ്ഷൻ സി ഗുജറാത്ത്. യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ 2022 ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നൃത്തരൂപം ഗർഭ ഏത് സംസ്ഥാനത്തിൽ നിന്നാണ്? ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് എവിടെ? ഓപ്ഷൻ എ നെടുങ്കണ്ടം. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് എവിടെ? നെടുങ്കണ്ടം. കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഏത്? ഓപ്ഷൻ ബി മാനാഞ്ചിറ തടാകം. കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം മാനാഞ്ചിറ തടാകം.
ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏത്? ഓപ്ഷൻ എ വടക്ക് കിഴക്കൻ മൺസൂൺ. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ വടക്ക് കിഴക്കൻ മൺസൂൺ. പാലക്കാട് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത ഏത്? ഓപ്ഷൻ ഡി NH 544. പാലക്കാട് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത NH 544. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? ഓപ്ഷൻ സി വയനാട്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട്. തന്നിരിക്കുന്നവയിൽ നിന്നും പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി കണ്ടെത്തുക. ഓപ്ഷൻ ഡി പെരിയാറ്. തന്നിരിക്കുന്നവയിൽ നിന്നും പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി കണ്ടെത്തുക. പെരിയാറ്. ഇന്ത്യയിലെ ആദ്യ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഏത്? ഓപ്ഷൻ ബി മലപ്പുറം. ഇന്ത്യയിലെ ആദ്യ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല മലപ്പുറം. കേരളത്തിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചത് ആര്? ഓപ്ഷൻ സി ജോൺ ജോസഫ് മർഫി. കേരളത്തിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചത് ആര്? ജോൺ ജോസഫ് മർഫി. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷിസങ്കേതം? ഓപ്ഷൻ സി മംഗളവനം. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷിസങ്കേതം മംഗളവനം. ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏത്? ഓപ്ഷൻ ഡി ഇടുക്കി. ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഏത്? ഓപ്ഷൻ ബി ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ. തീരദേശം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏത്? ഓപ്ഷൻ എ കണ്ണൂർ. തീരദേശം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ. കേരളത്തിലെ ഹെൽത്ത് ATM ആദ്യമായി നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ഡി എറണാകുളം. കേരളത്തിലെ ഹെൽത്ത് ATM ആദ്യമായി നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? എറണാകുളം. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിൻ്റെ പേര് ഗഗൻയാൻ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിൻ്റെ പേര് ഗഗൻയാൻ. ഏത് മഹാരാജാവിൻ്റെ ഭരണകാലയളവിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചത്? ഓപ്ഷൻ എ സ്വാതി തിരുനാൾ മഹാരാജാവ്. ഏത് മഹാരാജാവിൻ്റെ ഭരണകാലയളവിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചത്? സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ. സോവിയറ്റ് യൂണിയൻ്റെ സാങ്കേതിക സഹായത്താൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ? ഓപ്ഷൻ സി 2 and 4 മാത്രം. ഭിലായി, ബൊക്കാറോ. സോവിയറ്റ് യൂണിയൻ്റെ സാങ്കേതിക സഹായത്താൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഭിലായി, ബൊക്കാറോ. ആരെല്ലാമായിരുന്നു 1953 കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ? ഓപ്ഷൻ ഡി ഫസൽ അലി, സർദാർ KM പണിക്കർ, HN കുഞ്ച്രു. ആരെല്ലാമായിരുന്നു 1953 കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ? ഫസൽ അലി, സർദാർ KM പണിക്കർ, HN കുഞ്ച്രു. സന്തോഷ് ട്രോഫി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ഫുട്ബോൾ. സന്തോഷ് ട്രോഫി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. ആർക്കാണ് 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം പുരസ്കാരം ലഭിച്ചത്? ഓപ്ഷൻ ഡി മറിയ കൊറീന. ആർക്കാണ് 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാന പുരസ്കാരം ലഭിച്ചത്? മറിയ കൊറീന. 2025 നോബൽ പുരസ്കാരത്തിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിലുണ്ട്. എല്ലാവരും അത് പോയി കണ്ട് പഠിക്കണം കേട്ടോ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി? ഓപ്ഷൻ സി CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികൾ? ഓപ്ഷൻ ഡി മോഹൻലാൽ ആൻഡ് അടൂർ ഗോപാലകൃഷ്ണൻ. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികൾ മോഹൻലാലും അടൂർ ഗോപാലകൃഷ്ണനും. 2028 ഒളിമ്പിക്സ് വേദി? ഓപ്ഷൻ എ ലോസ് ആഞ്ചലസ്. 2028 ഒളിമ്പിക്സ് വേദി ലോസ് ആഞ്ചലസ്. 52ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആര്? ഓപ്ഷൻ സി BR ഗവായ്. ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആര്? BR ഗവായ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ, അതായത് ഇന്ത്യയുടെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. ഓർത്തു വെച്ചോണം, ഇന്ത്യയുടെ ഇപ്പോഴത്തെ, അതായത് 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. അപ്പോൾ നിങ്ങൾ രണ്ടും പഠിച്ചോണേ. ഇന്ത്യയുടെ 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായ്. ഇന്ത്യയുടെ 53ാമത്, അതായത് ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. ഓക്കെ. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെക്കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടി ഏത്? ഓപ്ഷൻ ബി ആരോഗ്യം ആനന്ദം. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെക്കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടി ആരോഗ്യം ആനന്ദം. ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി കടൽക്കാറ്റ് പകൽ സമയത്ത് വീശുന്നു. ശരിയായ പ്രസ്താവന കടൽക്കാറ്റ് പകൽ സമയത്ത് വീശുന്നു. ആവർത്തന പ്രതിപതനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണം?
ഓപ്ഷൻ സി ഇവ രണ്ടും. കാലിഡോസ്കോപ്പ്, പെരിസ്കോപ്പ്. ആവർത്തന പ്രതിപതനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണം കാലിഡോസ്കോപ്പ്, പെരിസ്കോപ്പ്. കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? ഓപ്ഷൻ ബി സിങ്ക്. കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? സിങ്ക്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം ഓപ്ഷൻ എ അക്കോസ്റ്റിക്സ്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അക്കോസ്റ്റിക്സ്. ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം ഓപ്ഷൻ ബി ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഓപ്ഷൻ സി തമിഴ്നാട്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ PFBR സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട്. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം ഓപ്ഷൻ ബി വിഴിഞ്ഞം. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം വിഴിഞ്ഞം. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏത്? ഓപ്ഷൻ ഡി ശൈലി. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ശൈലി. താഴെ തന്നിരിക്കുന്ന രോഗലക്ഷണങ്ങൾ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തുക. ശരീരഭാരം പെട്ടെന്ന് കുറയുക, ദുർബലമായ രോഗപ്രതിരോധം, ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുക, വിട്ടുമാറാത്ത ക്ഷീണം. ഓപ്ഷൻ ബി എയ്ഡ്സ്. താഴെ തന്നിരിക്കുന്ന രോഗലക്ഷണങ്ങൾ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തുക. ശരീരഭാരം പെട്ടെന്ന് കുറയുക, ദുർബലമായ രോഗപ്രതിരോധം, ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുക, വിട്ടുമാറാത്ത ക്ഷീണം. എയ്ഡ്സ്. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ ഉദ്ദേശിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി വയോ അമൃതം. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ ഉദ്ദേശിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതി വയോ അമൃതം. എംഫിസിമ എന്ന രോഗം ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ഓപ്ഷൻ എ ശ്വാസകോശം. എംഫിസിമ എന്ന രോഗം ശരീരത്തിന്റെ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ശ്വാസകോശം. സ്നേഹക്കൂട് എന്ന കേരള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവരെയാണ്? ഓപ്ഷൻ സി മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിച്ച് സുഖം പ്രാപിച്ചവര്. സ്നേഹക്കൂട് എന്ന കേരള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവരിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവരെയാണ്? മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിച്ച് സുഖം പ്രാപിച്ചവര്. 29ാമത് വയലാർ സാഹിത്യ അവാർഡ് 2025 നേടിയ തപോമയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചതാര്? ഓപ്ഷൻ എ ഇ സന്തോഷ് കുമാർ. 49ാമത് വയലാർ സാഹിത്യ അവാർഡ് 2025 നേടിയ തപോമയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചതാര്? ഇ സന്തോഷ് കുമാർ. ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആര്? ഓപ്ഷൻ സി ഡോക്ടർ എ ജയതിലക്. കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആര്? ഡോക്ടർ എ ജയതിലക്. ISROയുടെ പുതിയ ചെയർമാൻ ആര്? ഓപ്ഷൻ ബി ഡോക്ടർ വി നാരായണൻ. ISROയുടെ പുതിയ ചെയർമാൻ ആര്? ഡോക്ടർ വി നാരായണൻ. ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നതെന്ന്? ഓപ്ഷൻ ഡി ഓഗസ്റ്റ് 29. ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നതെന്ന്? ഓഗസ്റ്റ് 29. സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏത്? ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മ. സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ മാർത്താണ്ഡവർമ്മ. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. കഥകളി കൊട്ടാരക്കര തമ്പുരാൻ, ഓട്ടംതുള്ളൽ കുഞ്ചൻ നമ്പ്യാർ, ചണ്ടാല ഭിക്ഷുക്കി കുമാരനാശാൻ, കൃഷ്ണഗാഥ ചെറുശ്ശേരി. ചേരുംപടി ചേർക്കുക. കഥകളി കൊട്ടാരക്കര തമ്പുരാൻ, ഓട്ടംതുള്ളൽ കുഞ്ചൻ നമ്പ്യാർ, ചണ്ടാല ഭിക്ഷുക്കി കുമാരനാശാൻ, കൃഷ്ണഗാഥ ചെറുശ്ശേരി. കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആര്? ഓപ്ഷൻ സി സജി ചെറിയാൻ. കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസി തോമസിന്റെ ജന്മസ്ഥലം എവിടെ? ഓപ്ഷൻ ബി ആലപ്പുഴ. ഇന്ത്യയിലെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസി തോമസിന്റെ ജന്മസ്ഥലം ആലപ്പുഴ. ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം ഏത്? ഓപ്ഷൻ ഡി ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്. ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്. 2023 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ ആര്? ഓപ്ഷൻ ബി മോഹൻലാൽ. 2023 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ ആര്? മോഹൻലാൽ. കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾക്ക് വഴിതെളിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചതാര്? ഓപ്ഷൻ സി VT ഭട്ടതിരിപ്പാട്. കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾക്ക് വഴിതെളിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചതാര്? VT ഭട്ടതിരിപ്പാട്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യം? ഓപ്ഷൻ എ താജിക്കിസ്ഥാൻ. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യം താജിക്കിസ്ഥാൻ.
ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം. ഓപ്ഷൻ ബി ഷിപ്കില. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം ഷിപ്കില. ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖല. ഓപ്ഷൻ എ സുന്ദർഗഡ്. ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖല സുന്ദർഗഡ്. ദേശീയ ജലപാത NW3 കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഓപ്ഷൻ സി കേരളം. ദേശീയ ജലപാത NW3 കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ പ്രധാന ആണവോർജ്ജ നിലയമായ റാവത്ത്ഭാട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ത്യയിലെ പ്രധാന ആണവോർജ്ജ നിലയമായ റാവത്ത്ഭട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാൻ. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയിൽ കൊങ്കൺ റെയിൽവേ പിന്നിടുന്ന നദികളുടെ എണ്ണം 146. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയിൽ കൊങ്കൺ റെയിൽവേ പിന്നിടുന്ന നദികളുടെ എണ്ണം 146. ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം സുലഭ് സമാചാർ. ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം സുലഭ് സമാചാർ. താഴെ തന്നിരിക്കുന്നവയിൽ റാബി വിള അല്ലാത്തത് ഏത്? പരുത്തി. പരുത്തി ഒരു ഖാരിഫ് വിളയാണ്. റാബി വിള അല്ലാത്തത് പരുത്തി. ഇന്ത്യയുടെ ബഹിഷ്കരണ സമരരീതിയെ എതിർത്തുകൊണ്ട് 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയ നേതാക്കൾ ആരെല്ലാം? ഓപ്ഷൻ സി 3, 4. CR ദാസ്, മോത്തിലാൽ നെഹ്റു. ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമരരീതിയെ എതിർത്തുകൊണ്ട് 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയ നേതാക്കൾ ആരെല്ലാം? CR ദാസ്, മോത്തിലാൽ നെഹ്റു. സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി 1916 മഹാരാഷ്ട്രയിൽ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ഓപ്ഷൻ സി DK കാർവെ. സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി 1916 മഹാരാഷ്ട്രയിൽ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? DK കാർവെ. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആരായിരുന്നു? ഓപ്ഷൻ ബി അബനീന്ദ്രനാഥ ടാഗോർ. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആരായിരുന്നു? അബനീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന പ്രാദേശിക പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രാദേശിക ഭാഷാ പത്രനിയമം നിലവിൽ വന്ന വർഷം. ഓപ്ഷൻ ബി 1878. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന പ്രാദേശിക പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രാദേശിക ഭാഷാ പത്രനിയമം നിലവിൽ വന്ന വർഷം 1878. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് നടന്നത് എന്നായിരുന്നു? ഓപ്ഷൻ എ 1951, 1952. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് നടന്നത് എന്നായിരുന്നു? 1951, 1952. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ ചെയർമാനും മറ്റംഗങ്ങളും ആരെല്ലാമായിരുന്നു? ഓപ്ഷൻ സി 3. ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ ചെയർമാനും മറ്റ് അംഗങ്ങളും ആരെല്ലാമായിരുന്നു? ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു. ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചതെന്ന്? ഓപ്ഷൻ സി 1950 ജാനുവരി 24. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചതെന്ന്? 1950 ജാനുവരി 24. ഏറ്റവും വലിയ കായൽ? ഓപ്ഷൻ എ വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി? ഓപ്ഷൻ ബി പമ്പ. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പ. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പല്. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പല്. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം? ഓപ്ഷൻ എ പെരിയാർ. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം പെരിയാർ. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം? ഓപ്ഷൻ എ മംഗളവനം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം മംഗളവനം. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല? തിരുവനന്തപുരം. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല തിരുവനന്തപുരം. കേരള കായിക ദിനം ഒക്ടോബർ 13. കേരള കായിക ദിനം ഒക്ടോബർ 13. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി? പള്ളിവാസൽ. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. കേരളത്തിലെ നിത്യഹരിത വനം? സൈലന്റ് വാലി. കേരളത്തിലെ നിത്യഹരിത വനം സൈലന്റ് വാലി. കേരളത്തിൻ്റെ ഗവർണറായ ആദ്യ മലയാളി? വി വിശ്വനാഥൻ. കേരളത്തിൻ്റെ ഗവർണറായ ആദ്യ മലയാളി വി വിശ്വനാഥൻ. തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം? 1865. തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം 1865. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതായിരുന്നു? നെടുങ്ങാടി ബാങ്ക്. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് നെടുങ്ങാടി ബാങ്ക്.
താഴെ പറയുന്നവയിൽ മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത സംഭവം. 1936 ഇലക്ട്രിസിറ്റി സമരം. താഴെ പറയുന്നവയിൽ മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത സംഭവം 1936 ഇലക്ട്രിസിറ്റി സമരം. 1932 നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തതാര്? കെ കേളപ്പൻ. 1932 നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് കെ കേളപ്പൻ. ഏത് കോൺഗ്രസ് സമരത്തിന്റെ ഭാഗമായാണ് കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം നടന്നത്? വടകര. ഏത് കോൺഗ്രസ് സമരത്തിന്റെ ഭാഗമായാണ് കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം നടന്നത്? വടകര. 1921 നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ടി പ്രകാശൻ. 1921 നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ടി പ്രകാശൻ. ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? സ്ത്രീകൾക്ക് മേൽമുണ്ടും ജാക്കറ്റും ധരിക്കുവാനുള്ള അവകാശം നേടിക്കൊടുത്തു. ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന സ്ത്രീകൾക്ക് മേൽമുണ്ടും ജാക്കറ്റും ധരിക്കാനുള്ള അവകാശം നേടിക്കൊടുത്തു. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? കുമാരഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? കുമാരഗുരുദേവൻ. 1615 കേരളത്തിലെത്തി സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധി ആരായിരുന്നു? ഓപ്ഷൻ സി വില്യം കീലിംഗ്. 1615 കേരളത്തിലെത്തി സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധി ആരായിരുന്നു? വില്യം കീലിംഗ്. വയനാട്ടിലെ കുറിച്യക്കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി 4. എല്ലാം ശരി ഉത്തരങ്ങളാണ്. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്. നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചു. നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി പിടിച്ചെടുത്തു. വയനാട്ടിലെ കുറിച്യക്കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്. നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചു. നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി പിടിച്ചെടുത്തു. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി വർഷം തോറും റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന IUCN. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി വർഷം തോറും റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന IUCN. പഴങ്ങളും പച്ചക്കറികളും പാകം ചെയ്യുമ്പോൾ അടച്ചു വേവിക്കണം എന്ന് പറയുന്നത് ഏത് വിറ്റാമിൻ നഷ്ടപ്പെടാതിരിക്കാനാണ്? വിറ്റാമിൻ സി. പഴങ്ങളും പച്ചക്കറികളും പാകം ചെയ്യുമ്പോൾ അടച്ചു വേവിക്കണം എന്ന് പറയുന്നത് ഏത് വിറ്റാമിൻ നഷ്ടപ്പെടാതിരിക്കാനാണ്? വിറ്റാമിൻ സി. SI യൂണിറ്റ് ഏതാണ്? ജൂള്. പ്രവൃത്തിയുടെ SI യൂണിറ്റ് ജൂള്. വൈദ്യുത മോട്ടോറിലെ ഊർജ്ജമാറ്റം ഡാഷാണ്. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. വൈദ്യുത മോട്ടോറിലെ ഊർജ്ജമാറ്റം വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ അയിരിന്റെ സാന്ദ്രണവുമായി ബന്ധമില്ലാത്തതേതാണ്? ഓപ്ഷൻ ഡി ഉൽപ്പതനം. താഴെ തന്നിരിക്കുന്നവയിൽ അയിരിന്റെ സാന്ദ്രണവുമായി ബന്ധമില്ലാത്തത് ഉൽപ്പതനം. താഴെ പറയുന്നവയിൽ കത്തുന്ന വാതകം ഏതാണ്? ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. കത്തുന്ന വാതകം ഹൈഡ്രജൻ. പ്രകൃതിദത്തമായ പോളിമറായ റബ്ബറിന്റെ മോണോമർ ഏതാണ്? ഓപ്ഷൻ എ ഐസോപ്രിൻ. പ്രകൃതിദത്ത പോളിമറായ റബ്ബറിന്റെ മോണോമർ ഐസോപ്രിൻ. ഓക്കെ, ഇന്ന് എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യണം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്